നമസ്കാരം. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം വേഷവിധാനം എന്നതാണ്. കോസ്റ്റ്യൂം, മറ്റൊന്ന് മേക്കപ്പ്. മേക്കപ്പും കോസ്റ്റ്യൂമും സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക്. വേഷവിധാനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു, അഭിനയത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ചതുർവിധാഭിനയങ്ങൾ. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം. ആംഗികം എന്ന് പറഞ്ഞാൽ അംഗചലനങ്ങൾ കൊണ്ട് അഭിനയം സാധ്യമാകുന്നു. വാചികം എന്ന് പറഞ്ഞാൽ ഡയലോഗുകൾ കൊണ്ട് ഒരാശയത്തെ പ്രകടമാക്കുന്നു. സ്വാത്വികം എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻസ് കൊണ്ട് ഒരാശയത്തെ പ്രകടമാക്കുന്നു. ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷഭൂഷാദികളും മേക്കപ്പും കൊണ്ട് ഒരാശയത്തെ പ്രകടമാക്കുന്നു. അപ്പോൾ ആഹാര്യം, ഈ ചതുർവിധാഭിനയങ്ങളിൽ ആഹാര്യം എന്ന് പറയുന്ന മേഖലയെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ വേഷവിധാനം അഥവാ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഒരു കഥാപാത്രത്തിനനുസരിച്ച് ആ കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോസ്റ്റ്യൂം എന്ന് പറയുന്നത്, വേഷവിധാനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു രാജകൊട്ടാരത്തിലെ രംഗം ചിത്രീകരിക്കുമ്പോൾ രാജാവിൻ്റെ വേഷം, രാജ്ഞിയുടെ വേഷം, മന്ത്രിയുടെ വേഷം, സാധാരണ ഭടൻ്റെ വേഷം, അവരുപയോഗിക്കുന്ന ആഭരണങ്ങൾ, അവരുപയോഗിക്കുന്ന ഡ്രസ് മെറ്റീരിയൽസ്, അവരുടെ തലയിലിരിക്കുന്ന കിരീടം ഉൾപ്പെടെ ഓരോന്നും രാജാവിന് വ്യത്യസ്തമാണ്, രാജ്ഞിക്ക് വ്യത്യസ്തമാണ്, മന്ത്രിക്ക് വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ സാധാരണ ഭടനും വ്യത്യസ്തമാണ്. അതിലൊരു സാധാരണ മനുഷ്യൻ കൂടെ ആ സീനിൽ വരുന്നുണ്ടെങ്കിൽ അയാളുടെ കോസ്റ്റ്യൂം കുറേ കൂടെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരാൾ രാജാവാണെന്ന് തിരിച്ചറിയുക, ഒരാളൊരു പോലീസുകാരനാണെന്ന് തിരിച്ചറിയുക, ഒരാൾ ഡോക്ടറാണ് എന്ന് തിരിച്ചറിയുക, ഒരാൾ ഒരു ഡ്രൈവറാണ് എന്ന് തിരിച്ചറിയുക, ഇതൊക്കെ നമുക്ക് സാധ്യമാക്കി തരുന്നത് വേഷവിധാനങ്ങളിൽ നിന്നാണ്. വേഷവിധാനമാണ് ഒരു കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഒരു കഥാപാത്രത്തെ ഭംഗിയാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് മേക്കപ്പ്. എന്താണ് മേക്കപ്പ് എന്ന് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു കഥാപാത്രത്തെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നത് മേക്കപ്പാണ്. സാധാരണ 2 തരം മേക്കപ്പുകളാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത്. അതിലൊന്ന് എല്ലാ നടീനടന്മാർക്കും, ആ സിനിമയിൽ അഭിനയിക്കുന്ന മുഴുവൻ ആളുകൾക്കും ചെയ്യുന്ന ജനറലായ ഒരു മേക്കപ്പുണ്ട്. അത് എല്ലാവർക്കും ചെയ്യുന്നതാണ്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ സിനിമയുടെ ക്യാമറയും ഫിലിമും ഒക്കെ വളരെ സെൻസിറ്റീവാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഓരോ ഡീറ്റെയിലും അത് ഒപ്പിയെടുക്കും. വളരെ ശക്തമായ വെളിച്ചത്തിൽ വെയിലത്തുമൊക്കെ ആയിരിക്കും മിക്കവാറും ഷൂട്ടിങ്ങുകൾ ഉണ്ടാവുക. ആ സമയത്ത് നമ്മളുടെ മുഖമൊക്കെ വിയർക്കുകയും കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ക്യാമറ അത് കൃത്യമായി ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഈ അനാവശ്യമായ വിയർപ്പുകളൊക്കെ ഒഴിവാക്കി, ഈ വിയർപ്പിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി മുഖം എപ്പോഴും ഫ്രഷായി നിൽക്കാൻ വേണ്ടി എല്ലാവർക്കും ബേസിക്കായ ഒരു മേക്കപ്പ് ചെയ്യും. അതിനെ ജനറൽ മേക്കപ്പ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് കഥാപാത്രങ്ങൾക്കനുസരിച്ചുള്ള മേക്കപ്പാണ്. അതിനെ ക്യാരക്ടർ മേക്കപ്പ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഔവൈ ഷൺമുഖി എന്ന് പറയുന്ന സിനിമയിൽ കമലഹാസന് സ്ത്രീവേഷത്തിൽ കൊടുക്കുന്ന മേക്കപ്പ് ക്യാരക്ടർ മേക്കപ്പിന് ഒരു വലിയ ഉദാഹരണമാണ്. കാരണം ഒരാണായ കമലഹാസനെ കൃത്യമായി ഒരു പെണ്ണാക്കി മാറ്റിയിരിക്കുന്നത് മേക്കപ്പിലൂടെയാണ്, വേഷവിധാനത്തിലൂടെയാണ്. മറ്റൊന്ന്, ദിലീപ് അഭിനയിച്ച മായാമോഹിനി എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിനെ പെണ്ണാക്കി മാറ്റിയിരിക്കുന്നതും ഈ ക്യാരക്ടർ മേക്കപ്പിൻ്റെ ഒരു കഴിവാണ്. വൈശാലി എന്ന് പറയുന്ന സിനിമയിൽ ബാബു ആൻ്റണി എന്ന് പറയുന്നൊരു നടനെ ഒരു രാജാവായി നമുക്ക് ഫീൽ ചെയ്തിരുന്നത് ആ രാജാവിന് കൊടുക്കുന്ന കൃത്യമായ മേക്കപ്പിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും രീതി കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, 2 തരത്തിലുള്ള മേക്കപ്പുണ്ട്. ആ മേക്കപ്പ്, ഒന്ന് സാധാരണ എല്ലാവർക്കും ചെയ്യുന്ന ജനറൽ മേക്കപ്പും, 2 ഓരോ കഥാപാത്രത്തിനനുസരിച്ചുള്ള ക്യാരക്ടർ മേക്കപ്പും. അപ്പോൾ ഒരു സിനിമയിലെ കലാപരമായ ചേരുവകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേഷവിധാനം. ആ വേഷവിധാനമാണ് യഥാർത്ഥത്തിൽ ആ കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി നമുക്ക് വെളിപ്പെടുത്തുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നൊരു വാക്ക് ക്യാമറാമാൻ അഥവാ ഛായാഗ്രാഹകൻ എന്നതാണ്. സിനിമോട്ടോഗ്രാഫർ. വലിയ വിശദീകരണം നൽകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ തന്നെ മിക്കവാറും മൊബൈൽ ഫോണിൽ കൃത്യമായി വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ക്യാമറാമാൻ എന്താണെന്നത് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ക്യാമറാമാൻ ക്യാമറയിലൂടെ എന്താണോ കാണുന്നത് അതാണ് സിനിമാ തിയേറ്ററിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഒരു സിനിമയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുഴുവൻ സംവിധായകനാണ്. സംവിധായകൻ പറയുന്നതനുസരിച്ചിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴൊക്കെ ആധുനിക കാലത്ത് ചെയ്യുന്നത്, ക്യാമറയിൽ നിന്നൊരു കണക്ഷൻ ഒരു ടി വിയിലേക്ക് വരികയും ടി വിയുടെ മുമ്പിൽ ഇരുന്നിട്ട് അതിൻ്റെ കോമ്പോസിഷനൊക്കെ കൃത്യമാക്കിയതിന് ശേഷമാണ് ആ സംവിധായകൻ സ്റ്റാർട്ടും കട്ടുമൊക്കെ പറയുക. അപ്പോൾ എന്താണോ തിയേറ്ററിൽ കാണുന്നത് അത് അതേപോലെ ടെലിവിഷൻ്റെ സ്ക്രീനിൽ ഷൂട്ടിംഗ് സമയത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ എളുപ്പമുണ്ട്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ്
ഈ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ക്യാമറയിൽ ഫിലിം ലോഡ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ആ സമയത്ത് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അത് കൊണ്ടുപോയി തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ കോടമ്പാക്കത്തെ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ വെച്ച് വാഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഇതെന്തൊക്കെയാണ് ക്യാമറയ്ക്കകത്ത് പതിഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാവുക. അപ്പോൾ പല അബദ്ധമൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല, ഇപ്പോൾ കൃത്യമായി ഡിജിറ്റലായതുകൊണ്ട് എന്താണോ ക്യാമറയിൽ ക്യാമറാമാൻ കാണുന്നത് അത് അതേപോലെ സ്ക്രീനിൽ സംവിധായകന് കാണാൻ പറ്റും. മുൻപ് ക്യാമറാമാൻ ഓരോ സീനും എടുക്കുന്നതിന് മുമ്പ് സംവിധായകൻ ക്യാമറയുടെ സ്ക്രീനിൽ നോക്കിയിട്ട് ഫ്രെയിം ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ചെയ്തിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംവിധായകൻ്റെ കണ്ണായി സിനിമയിൽ പ്രവർത്തിക്കുന്നത് ക്യാമറാമാനാണ്. സംവിധായകൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ദൃശ്യങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ സൗന്ദര്യപരമായി ഫിലിമിൽ ഒപ്പിയെടുക്കേണ്ടത് ഛായാഗ്രാഹകനാണ്. ലൈറ്റിങ്ങും ഫ്രെയിമിങ്ങും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ക്യാമറാമാനാണ്. ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ ക്യാമറയിലൂടെ കാണുമ്പോൾ അതിൻ്റെ ലൈറ്റ് ഓവറാണോ, ലൈറ്റ് കറക്റ്റാണോ, അതിൻ്റെ ഷെയ്ഡുകൾ കറക്റ്റാണോ, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിം കറക്റ്റാണോ, ആ കാഴ്ചയിൽ സംവിധായകൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണോ, ആ ഫ്രെയിമിലാണോ തൻ്റെ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നോക്കേണ്ടത് ക്യാമറാമാൻ്റെ ജോലിയാണ്. കഥാപാത്രങ്ങളെയും കഥാപശ്ചാത്തലത്തെയും ഏതളവിൽ എങ്ങനെ ഒരു ഫ്രെയിമിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നതാണ് ഫ്രെയിമിംഗ് ആൻഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു ചിത്രത്തിൻ്റെ കോമ്പോസിഷൻ പോലെ തന്നെ സിനിമയിലെ ഒരു ഫ്രെയിമിന് കോമ്പോസിഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ആൾ എവിടെ വരണം, അയാളുടെ സബോർഡിനേറ്റ് എവിടെ നിൽക്കണം, ആ രംഗത്ത് ബാക്കി എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യണം, ഇതൊക്കെ ക്യാമറാമാൻ ക്യാമറയുടെ ഫ്രെയിമിങ്ങിലൂടെ സെറ്റ് ചെയ്യുന്നതാണ് എന്നർത്ഥം. വിവിധ ലെൻസുകൾ, കളർ ഫിൽറ്ററുകൾ, ഫിലിം, വിവിധ ലൈറ്റുകൾ, ട്രോളി, ക്രെയിൻ തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ക്യാമറാമാനാണ്. ഇപ്പോൾ ഒരു മലയാളത്തിലെ പ്രഗത്ഭരായ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രഗത്ഭരായ ക്യാമറാമാന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ അതിൽ നമ്മളുടെ ഷാജിയൻ കരൺ ഉണ്ടാവും, മങ്കട രവിവർമ്മ ഉണ്ടാവും, സന്തോഷ് ശിവൻ ഉണ്ടാവും, ബാലു മഹേന്ദ്രൻ ഉണ്ടാവും. അങ്ങനെ ഏറ്റവും മികച്ച ഒട്ടേറെ ക്യാമറാമാന്മാർ, സിനിമാറ്റോഗ്രാഫേഴ്സ് നമ്മളുടെ മലയാളത്തിനുണ്ട് എന്ന് ഓർക്കുക. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കുട്ടികളുടെ സിനിമ എന്നതാണ്. ഒരു പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊക്കെ ഉണ്ടാക്കും. എന്താണിപ്പോൾ കുട്ടികൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക സിനിമ പൊതുവെ ഒന്നല്ലേ? കുട്ടികളുടെ മനസ്സിനെ ഏറ്റവും സ്വാധീനിക്കുന്ന കലാരൂപങ്ങളിൽ ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. കുട്ടികളുടെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്ന കലാരൂപം. അതുകൊണ്ട് തന്നെ സിനിമയിൽ കാണുന്ന പല കഥാപാത്രങ്ങളുടെയും പ്രത്യേകതകൾ നമ്മുടെ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഉദാഹരണത്തിന് സിനിമയിലെ വസ്ത്രധാരണം, കോസ്റ്റ്യൂം. ഒരു സിനിമ ഇറങ്ങി അത് ഹിറ്റായാൽ അതിൽ നായികയുടെയും നായകൻ്റെയൊക്കെ വസ്ത്രധാരണ രീതി നാട്ടിൽ അപ്പോഴേ സുലഭമായിട്ട് ലഭിക്കുകയും മിക്കവാറും ആളുകളൊക്കെ അത്തരം വസ്ത്രങ്ങൾ മേടിച്ച് ധരിക്കുകയും അതൊരു ഫാഷൻ ട്രെൻഡായിട്ട് മാറുകയൊക്കെ ചെയ്യാറുണ്ട്. ചില സിനിമകളുടെ കഥാപാത്രങ്ങളുടെ പേരിൽ തന്നെ ചില ഡ്രസ്സുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ പറ്റുന്നൊരു കലാരൂപമാണ് സിനിമ. സിനിമയുടെ ഡയലോഗുകൾ കാണാതെ പഠിച്ച് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. സിനിമയിലെ നായകന്മാർ ചെയ്യുന്ന വീരകൃത്യങ്ങൾ കണ്ടിട്ട് നമ്മളുടെ വർത്തമാന ജീവിതത്തിൽ നമ്മൾക്കും അങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കലാരൂപങ്ങളിൽ ഒന്നാണ് സിനിമ എന്നുള്ളതുകൊണ്ട് കുട്ടികൾ സിനിമയുടെ സ്വാധീനത്തിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളെ കാണിക്കുന്ന സിനിമകൾക്ക് ചില പ്രത്യേക നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തുന്നത് നല്ലതാണ് എന്നാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയുള്ള സിനിമകളാണ് കുട്ടികൾക്ക് ആവശ്യം? അപ്പോൾ ഇതിൽ പറയുന്ന ഒന്ന്, ബാലമനസ്സുകൾക്ക് ആവശ്യമുള്ളതും നിർദോഷമായ വിനോദം പ്രദാനം ചെയ്യുന്നതുമായിരിക്കണം കുട്ടികൾ കാണേണ്ട സിനിമ. അത് ജീവിത മൂല്യങ്ങളെ ചോദ്യം ചെയ്യാത്തതായിരിക്കണം. സ്നേഹവും സമാധാനവും ഭദ്രതയും ഒക്കെ പ്രതിപാദ്യ വിഷയങ്ങളായ സിനിമകളായിരിക്കണം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രചരിപ്പിക്കുന്ന സിനിമകളാവരുത്. ക്രൂരത, വക്രത, വെറുപ്പ്, ജീവിത നൈരാശ്യം, ആത്മഹത്യ, വയലൻസ്, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുന്നതാണ്. അത്തരം സിനിമകൾ കുട്ടികൾക്ക് പറ്റിയ സിനിമകളല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾക്ക് അനുകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം സിനിമകളിൽ ഉണ്ടാകുന്ന രംഗങ്ങൾ കുട്ടി തൻ്റെ ഭൗതിക ജീവിതത്തിൽ അനുകരിച്ച് നോക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ നല്ല വ്യക്തികളാക്കി വളർത്താൻ പറ്റുന്ന ആശയങ്ങൾ കിട്ടുന്ന സിനിമകളാണ് നമ്മളവരെ കാണിക്കേണ്ടതെന്നർത്ഥം. വ്യക്തിത്വവും പൗരബോധവും പ്രകൃതി സ്നേഹവും കുട്ടികളിൽ വളരാൻ പറ്റുന്ന ആശയങ്ങളുള്ള സിനിമകളായിരിക്കണം. അഭിനയവും കഥയും കഥാപാത്രങ്ങളുമൊക്കെ കുട്ടികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കണം. നന്മയ്ക്കും മാനുഷിക മൂല്യങ്ങൾക്കും മനുഷ്യന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിക്കുമൊക്കെ പ്രാധാന്യം നൽകുന്ന കഥകൾ തിരഞ്ഞെടുത്ത് ലളിതസുന്ദരമായി സിനിമകളാക്കിയാൽ അത് കുട്ടികൾക്ക് മികച്ച രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും.
മതേതരത്വം, രാജ്യസ്നേഹം പ്രകടമാകുന്നത് തുടങ്ങിയ ദേശീയ പ്രാധാന്യമുള്ള ആശയങ്ങൾ നമുക്ക് കുട്ടികളുടെ സിനിമകളിലേക്ക് മാറ്റാവുന്നതാണ്. ഫലിതത്തിനും ഹാസ്യത്തിനും കലകൾക്കും സംഗീതത്തിനും ഒക്കെ പ്രാധാന്യമുള്ള സിനിമകൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായിരിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. സ്നേഹവും സമാധാനവും ഭദ്രതയും പ്രതിപാദ്യ വിഷയങ്ങളായ സിനിമകളാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രകടിപ്പിക്കുന്നതാവരുത്. ക്രൂരതയും വക്രതയും വെറുപ്പും ജീവിത നൈരാശ്യവും ആത്മഹത്യയും ഒന്നും കാണിക്കുന്ന സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. പൗരബോധവും രാജ്യസ്നേഹവും ഒക്കെ വളർത്തുന്ന രംഗങ്ങളുള്ള സിനിമകളിലേക്ക് കുട്ടികളെ നയിച്ചാൽ അത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും മികച്ച പൗരന്മാരായി വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കും എന്നർത്ഥം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വിശദീകരണങ്ങളാണ് എല്ലാത്തിനും നൽകിയിട്ടുള്ളത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകിൽ കമൻറ്റുകളായോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട്. വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും ഭാഗം കൂടുതൽ വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.